എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പൊറോട്ടയാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വീശി അടിച്ച് പൊറോട്ട ഉണ്ടാക്കാൻ നോക്കാം. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് 1.25 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള പരന്നിട്ടുള്ള ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മൾ എടുത്തത്. ഇനി ഇതിന്റെ സെന്ററിൽ കുറച്ച് ഇതേപോലെ സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊറോട്ടയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. പിന്നെ ആ ഒരു ബ്രൗൺ നിറത്തിനും കൂടെ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് ഒരു അളവ് ഉപ്പ് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ ഉപ്പും ഓരോ രീതിക്കായിരിക്കും. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്യല്, വേറെ ഏത് തരം ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര ഒന്ന് അലുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് മൈദ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ ഒന്നും കറക്റ്റ് ഒരു അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പാല് ഞാൻ ചേർക്കുന്നുണ്ട്. 1 കിലോ മൈദ എടുക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് പാല് ചേർത്താൽ മതി. അതേപോലെ 2 കിലോ മൈദയ്ക്കും ഒരു 1/2 കപ്പ് പാല് ചേർക്കുക. ഇതിപ്പോൾ 1.25 കിലോയ്ക്കും ഞാൻ 1/2 കപ്പ് പാല് തന്നെയാണ് ചേർത്തത്. പിന്നെ നമ്മൾ മൈദയുടെ അളവ് പറഞ്ഞപ്പോൾ എത്ര പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. 1 കിലോ മൈദ വെച്ചിട്ട് നമുക്ക് 18 തൊട്ട് 20 ചെറിയ സൈസിലുള്ള, അതായത് നോർമൽ സൈസിലുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ 14 തൊട്ട് 16 വരെ വലിയ സൈസിലുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം 2 കിലോ മൈദ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് 36 തൊട്ട് 40 വരെ ചെറിയ സൈസിലുള്ളതും 28 തൊട്ട് 32 വരെ വലിയ സൈസിലുള്ളതായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ 1.25 കിലോ എടുത്തു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു 25 തൊട്ട് 28 വരെ വലിയ സൈസും അതേപോലെ 32 തൊട്ട് 35 വരെ ചെറിയ സൈസിലുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പഞ്ചസാരയുടെ അളവ് നമ്മൾ 1 കിലോ മൈദയ്ക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 2 കിലോ മൈദയ്ക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മാവൊക്കെ അത്യാവശ്യം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമായിട്ട് ചേർത്തിട്ട് നമ്മൾ ആ ഒരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസാക്കി എടുക്കുക. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴയ്ക്കാം. അപ്പം അതിനായിട്ട് ഞാൻ നന്നായിട്ട് ഓയിൽ തടവിട്ടുണ്ട്. ഇനി മാവ് അവിടേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് നീട്ടി കുഴച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയൊക്കെ എടുക്കുക. മാവ് നന്നായിട്ട് കുഴച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടില്ല. പിന്നെ നമ്മളിത് എടുത്തിട്ടുള്ളത് ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ, ലൂസായിട്ടുള്ള മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് ബ്രാൻഡഡ് മൈദയൊന്നുമല്ല. ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നം കാരണമാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു വെട്ടം കുറഞ്ഞും കൂടിയും വരുന്നത്. ഇതേപോലെ തേച്ച് കുഴച്ചെടുക്കുക. അതിപ്പോൾ കുറച്ചധികം മാവുള്ളതുകൊണ്ട് നമുക്ക് കുഴയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു 3 പാർട്ടാക്കി ഇങ്ങനെ തിരിച്ചു. എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വലിച്ച് നീട്ടി കുഴയ്ക്കുക. 2 കൈ കൊണ്ട് ഇതേപോലെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അത് വെച്ചിട്ട് ഇതേപോലെ വലിച്ച് നീട്ടി കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഇതേപോലെ ഉരുട്ടി മടക്കി ഇങ്ങനെ എടുക്കുക. ആ ഒരു പ്രോസസ്സ് ഒരു 2-3 പ്രാവശ്യം ചെയ്യുക കേട്ടോ. ഇതേപോലെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ബോൾസ് ഉണ്ടല്ലോ, അതും ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എല്ലാ ബോൾസും നന്നായിട്ട് കുഴച്ചിട്ട് അതൊന്നും കൂടെ ഇതേപോലെ വലിയ ബോൾസ് ആക്കിയിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ ഇതൊന്നും കൂടി അതേപോലെ കുഴയ്ക്കുക. ഒത്തിരി നേരം കുഴയ്ക്കേണ്ട, ഒരു കുറച്ചൊന്ന് ചെറുതായിട്ടൊരു 2-3 പ്രാവശ്യം നമ്മൾ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. രണ്ട് കൈ അമർത്തി ഇങ്ങനെ അതിന്റെ മേലെ പിടിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് തേച്ച് ഒന്ന് പരത്തിയെടുക്കുക. ഇനി കൈ ചുരുട്ടി പിടിച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കി മടക്കി ഇതേപോലെ ബോൾസ് ആക്കുക. അത് തന്നെ പിന്നെ റിപ്പീറ്റ് അടിക്കുക. കൈ വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയെടുക്കുക. ആ ഒരു പ്രോസസ്സ് നമ്മൾ ഒന്നും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ, 3 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ട് ഇത് നേരെ തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് അവിടെ ഇതേപോലെ ചെയ്യാം. ഇനി എല്ലാ സൈഡിൽ നിന്ന് ഇതേപോലെ മടക്കിയിട്ട് അതൊരു ബോളാക്കി എടുക്കുക. ഇതിപ്പോൾ നല്ല കറക്റ്റ് ഒരു ബോളായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ച അതേ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. ഒരു നനഞ്ഞ തുണി ഇട്ടിത് മൂടിയിട്ട് 2 തൊട്ട് 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. 1/2 കപ്പ് ഓയിലും ഒരു 1/4 കപ്പ് നെയ്യും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുമ്പം നെയ്ക്ക് ഓരോ ഡാൽഡയാണ് യൂസ് ചെയ്യാറ്. ഇപ്പം ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാനിതിനെ ഒരു 4 പീസായിട്ട് കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോൾ പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു മെഷർമെന്റിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഓരോന്നിനെ നമുക്ക് 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആ 4 പീസ് നമ്മൾ 6 ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ബോൾ പിടിക്കാം. ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഒരു പീസ് എടുത്ത് ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ തമ്പ് വെച്ചിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മുറിച്ചെടുത്താൽ മതി. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 1-2 പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഏകദേശം ഇതേപോലെ തന്നെയാണ് കേട്ടോ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത്. ഈ തമ്പ് വെച്ചിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ബോൾസ് ആയിരിക്കും കിട്ടുക. ഉള്ളിൽ എയറൊന്നും ഇല്ലാണ്ട് നല്ല ഫുൾ ടൈറ്റ് ആയിട്ടുള്ള ബോൾസ്. അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ബോൾസ് നമുക്ക് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാം ബോൾസ് ആക്കി എടുക്കാം. ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ തമ്പ് വെച്ചിട്ട് ഉള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബോളായി കഴിയുമ്പം അങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. ബോൾസ് ഒക്കെ നമ്മൾ ഉരുട്ടി വെക്കുന്ന സമയത്ത് ആദ്യം ഉരുട്ടിയത് ആദ്യം വെക്കുക, പിന്നെ ഉരുട്ടുന്നത് അതിന്റെ ബാക്കിലായിട്ട് വെച്ചെടുക്കുക. അങ്ങനെ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലും ഗീയും ഉണ്ടല്ലോ, അത് ഇതിന്റെ മേലെ എല്ലാതിന്റെ മേലെ ഒന്ന് തൂത്ത് കൊടുക്കണം. എല്ലാം ഞാൻ ബോൾ പിടിച്ചു കഴിഞ്ഞപ്പം കുറച്ച് ബാക്കി വന്നു. അപ്പം അവെല്ലാം കൂടി ഞാൻ ഒന്നിച്ചെടുത്തിട്ട് ഇതേപോലെ ആദ്യം കാണിച്ച പോലെ തള്ളവിരൽ വെച്ചിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ബോളാക്കി എടുക്കുകയാണ്. ഇത് ലാസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ, അതാണ് ഒന്നും കൂടെ കാണിച്ചത്. എല്ലാം നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. 25 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഒന്നും കൂടെ നനഞ്ഞ തുണി ഇട്ടിട്ട് മൂടി വെക്കാം. നല്ല വൃത്തിയുള്ള തുണി എടുക്കുക. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക.
അങ്ങനെ മാറ്റി വെച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് ഇത് സ്ട്രെച്ച് ചെയ്ത് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഉരുട്ടി വെച്ച ബോളാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത്. ഒരു പാത്രത്തിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, ഒന്ന് വെതറാനായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഓയിലും നെയ്യും കൂടെ, അത് തന്നെയാണ് കേട്ടോ നമ്മൾ ബോൾസിന്റെ മേലെയൊക്കെ തൂത്ത് കൊടുത്തത്. ഇനി ഫസ്റ്റ് ബോൾ എടുക്കുക, കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണ തടവുക കേട്ടോ, എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പം നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിട്ടും, കുഴപ്പമൊന്നുമില്ല. കയ്യിൽ നന്നായിട്ട് ഓയിൽ തേക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് വീശാം. വീശാനായിട്ട് ലെഫ്റ്റ് കൈ അടി വെക്കുക, തമ്പ് മേലെ പിടിക്കുക. റൈറ്റ് കൈ മേലെയും പിടിക്കുക, തമ്പ് താഴെയും പിടിക്കുക. ഇതേപോലെ അടിച്ച് കൈ മാറ്റി മാറ്റി കൊടുക്കുക. അടിച്ച് കഴിയുമ്പം ഇതിങ്ങനെ നമ്മൾ നിലത്ത് ഈ സ്ലാബിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരു ബബിൾസ് പോലെ ഇങ്ങനെ കാണാം. അപ്പൊ കറക്റ്റ് താഴ്ന്നാണ് കേട്ടോ അർത്ഥം, അത് ഇത്രയും സ്ട്രെച്ച് ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക. ബബിൾസ് കാണുന്നില്ലേ? ഇനി ഇതിന്റെ മേലെയൊക്കെ നന്നായിട്ട് കൈക്കകത്ത് ഓയിൽ തടവിട്ട് ഇതേപോലെ ഒന്ന് ഫുൾ തടവി കൊടുക്കുക. അതിന്റെ മേലെ മൈദ വിതറി കൊടുക്കുക. ലെയറൊക്കെ അതേപോലെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു അറ്റത്തു നിന്ന് എടുത്തിട്ട് ലെഫ്റ്റ് കയ്യില് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. പിന്നെ ഇത് മുഴുവൻ ഇതേപോലെ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ചുറ്റി ചുറ്റിയിട്ട് ലാസ്റ്റ് വരുന്നത് അടിയിലേക്കൊന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ നമ്മളിങ്ങനെ വീശിയെടുത്തിട്ടുണ്ട്, അതേപോലെ നമുക്ക് എല്ലാം വീശിയെടുക്കണം. ഞാൻ രണ്ടെണ്ണം കൂടെ കാണിച്ചു തരാം. ഇതേപോലെ കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും കൈ കൊണ്ട് തന്നെ. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് കൈ അടി പിടിക്കുക, തള്ളവിരൽ മേലെ പിടിക്കുക, റൈറ്റ് കൈ മേലെ പിടിക്കുക, തള്ളവിരൽ അടി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. കൈ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പയ്യെ കാണിക്കുന്നത്. കൈ ഇങ്ങനെ മാറ്റി മാറ്റി പിടിച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. മുറിഞ്ഞൊന്നും പോവില്ല, മുറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, അത് കാര്യമാക്കൊണ്ടിരുന്നാൽ മതി. നമ്മളത് പരത്തി എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടും എന്തായാലും, എങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും. ഇനി ഇതൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇതേപോലെ ഒന്ന് വലിച്ചു നീട്ടി കൊടുക്കുക. മാവ് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബബിൾസ് ഒക്കെ വരും. ഇനി പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് ഓയിലൊക്കെ നന്നായിട്ട് തടവിയിട്ട് മൈദയും വെതറി കൊടുക്കുക. ഇനി പറഞ്ഞ പോലെ തന്നെ എന്താ ലെഫ്റ്റ് കയ്യിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി പിടിച്ചിട്ട് ബാക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. പിന്നെ നമ്മളത് വീശാൻ എടുക്കുമ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ എടുക്കുക. ആദ്യം വെച്ചത് ആദ്യം എടുക്കുക, അത് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ബോളാണ്, ബാക്കിയെല്ലാം പരത്തി കഴിഞ്ഞു. ഇത് തമ്മിൽ കുറച്ച് വലിപ്പമുള്ളൊരു ബോളായിരുന്നു. അപ്പോൾ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ നടുവേ ഒന്ന് കീറിയിട്ട് 2 ബോൾസ് ആക്കി എടുക്കുകയാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം നമ്മൾ വീശി വെച്ചിട്ടുണ്ട്. 25 ബോൾസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഒരെണ്ണം നമ്മൾ 2ആക്കി മുറിച്ചുകൊണ്ട് 26 ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് വീശി വെച്ച ബോളാണ് ഫസ്റ്റ് എടുത്ത് പരത്തുന്നത്. അപ്പോൾ ഓരോ ബോളും മിനിമം 15 മിനിറ്റ് സമയമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടണം. ആദ്യം നമ്മൾ വീശി വെച്ചത് ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് ആയി കാണും. കാരണം 25 എണ്ണം നമ്മൾ പിന്നെ വീശി എടുത്തിട്ടുണ്ടല്ലോ, അപ്പം ഏകദേശം അത്രയും സമയം കിട്ടിയിട്ടുണ്ട്. ഞാൻ അധികം നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല. ഇനി ഓരോന്നും എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. ചപ്പാത്തി കോല് വെച്ച് പരത്തേണ്ട കാര്യമൊന്നുമില്ല, കൈ വെച്ചിട്ട് ഇതേപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് കിട്ടും. റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ റബ്ബർ പോലെ ഇരിക്കും, നമ്മളിങ്ങനെ വിചാരിക്കുന്ന പോലെ അതിങ്ങനെ വലിഞ്ഞു കിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്, ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം കിട്ടണം എന്നുള്ളത്. നമ്മൾ 1 കിലോ അളവിലുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വീശി കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ കൊടുത്താൽ മതി, കുഴപ്പമില്ല.
നന്നായിട്ട് ചൂടായിട്ടുള്ള കല്ലിലേക്കാണ് ഞാൻ പരത്തിയിട്ട് ഇത് ഇട്ട് കൊടുത്തത്. ഡ്രൈ ആയി തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചത് തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഓയിലുള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇനി കുറേ ഓയിലൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഓരോന്നും എടുത്തിട്ട് വീശി വെച്ചത് ഓരോന്നെടുത്ത് പരത്തി എടുക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരു ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കരുത്, അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ കരിഞ്ഞൊന്നും പോവാതെ നോക്കുക. ഒരു പൊറോട്ടേന്റെ കളർ നന്നായിട്ട് വന്നിട്ടുണ്ട്, ആ ഒരു ബ്രൗൺ നിറം. ചുട്ടെടുക്കുമ്പോൾ തന്നെ ലെയേഴ്സൊക്കെ കിട്ടുന്നുണ്ട് വേറെ വേറെ ആയിട്ട്. ഞാൻ ചൂടോടുകൂടി തന്നെ ഇത് അടിച്ചെടുക്കുകയാണ്. ഓരോന്നും ഞാൻ അടിച്ചെടുക്കുകയാണ്. എന്നാലേ നല്ല ലെയേഴ്സൊക്കെ അപ്പം തന്നെ നമുക്ക് വിട്ട് കിട്ടുള്ളൂ. കുറച്ച് തണുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വിട്ട് കിട്ടില്ല. ലെയേഴ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം വിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റുമാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുള്ള അതേ മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെയുള്ള പൊറോട്ട ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പൊറോട്ട ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസ് എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.